ഒരാളിന്റെ മേത്തും കൈവെക്കാൻ ഒരു പോലീസുകാരനും നിയമപരമായ അവകാശമില്ല എന്നുള്ളത് ഓർക്കണം. കാരണം കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, എടാ എന്ന് വിളിക്കാൻ പോലുള്ള അവകാശമില്ല. എന്ത് അവകാശമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന പോലീസുകാർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടില്? അത്തരത്തിലുള്ള പ്രവണതകളെ ശക്തമായി എതിർക്കണം. അത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറയുക, വൺസ് ഒരു സർവീസിൽ കയറിയാൽ അവർക്ക് ട്രെയിനിങ്, ഫലപ്രദമായ ട്രെയിനിങ് ഉണ്ടോ? പോലീസ് അക്കാഡമിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഫലപ്രദമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രൊമോഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ജുഡീഷ്യറിയിലുണ്ട്. ജുഡീഷ്യറിയിൽ ഈ സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലായാലും ശരി, വളരെ ശക്തമായ ട്രെയിനിങ് സിസ്റ്റവും അതൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഫലവത്തായ സിസ്റ്റത്തിന്റെ അപര്യാപ്തത, ഈ പറയുന്ന മോണിറ്ററിംഗിന്റെ അപര്യാപ്തത, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സർവീസ് റെക്കോർഡിൽ, അവൻ ഒരു കോൺഫിഡൻഷ്യൽ റെക്കോർഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക, അവരെ അതേ തസ്തികയിൽ തന്നെ തുടർത്തുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവണതകൾ ഇനിയും കൂടും. അല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതൊരു പരിഷ്കൃത സമൂഹത്തിന്റെയും വികസന കുതിപ്പിന്റെ അടയാളമാണ് നല്ല പോലീസിംഗ് എന്ന് പറയുന്നത്. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. നമുക്കറിയാം, കേരളത്തില് പോലീസുകാരുടെ ഒരു സിസ്റ്റമൊക്കെ പണ്ട് മുതലേ തന്നെ വളരെ മോശമായിരുന്നു. പക്ഷെ കുറെ മാറ്റങ്ങൾ വന്നു ഇടയ്ക്ക്. നമുക്കറിയാം 2006 ആദ്യമായി ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നു. കാരണം പോലീസ് സ്റ്റേഷനുകൾ സൗഹൃദമാക്കുക. കാരണം പലപ്പോഴും പോലീസ് എന്ന് പറയുമ്പോൾ എന്തോ അക്രമത്തിന്റെ അടയാളമായി നമ്മുടെ മലയാളികൾ കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഭയമായിരുന്നു. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള തലത്തിലാണ് ജനമൈത്രി പോലീസ് എന്ന സമ്പ്രദായം തുടങ്ങിയത്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങൾ വളരെ എന്താ പറയുക, വളരെ മോശപ്പെട്ട ഒരു പ്രവണത പോലീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ആ പോലീസുകാരൻ നമ്മൾ ഈ വിഷ്വൽസിൽ കണ്ടതാണ്, അത് യൂണിഫോമിലായിരുന്നില്ല. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് SHO ആകട്ടെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് SHOമാര്, പണ്ട് SIമാരായിരുന്നു. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ഉയർന്ന റാങ്കിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജ് വഹിക്കുന്നത്. അവര് നേരെ ഇറങ്ങി വന്നിട്ട് അടി തുടങ്ങുകയാണ്. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റവും വേണ്ടത് മൈൻഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ മൈൻഡ് അപ്ലൈ ചെയ്യുന്നേ ഇല്ല, മെക്കാനിക്കലി ആക്ട് ചെയ്യുന്നു. യാതൊരുവിധ ഒരാൾക്കൂട്ടം ഇവിടെ നിൽക്കുന്നു. അവരാരാണ്, എന്താണ്, ഇൻട്രോഗേറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ചോദിക്കണ്ടേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അപ്പൊ ഒരു കഞ്ചാവ് കേസിൽ കഞ്ചാവുമായി ഇൻഫർമേഷൻ കിട്ടിയ ഒരു പ്രതിയെ വന്നാൽ പോലും അവന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ആരാണ് എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ആ സ്പോട്ടിലേക്ക് റഷ് ചെയ്യാം. അത് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഒരു പോലീസിന്റെ ആദ്യത്തെ ഒരു കർമ്മമണ്ഡലമാണ്. അത് അങ്ങോട്ട് പോകുന്നു, അവിടെ ചെല്ലുന്നു, അവിടെ അസസ് ചെയ്യണം. അങ്ങനെ മൈൻഡ് അപ്ലൈ ചെയ്യാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വീണ്ടും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സമൂഹത്തില് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉദാത്തമായ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള അവകാശവുമാണ്. അതാണ് ആ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന സമാനതകളില്ലാത്ത ഭരണഘടനയാണെന്ന് നമ്മൾ പറയാൻ കാരണം. വ്യക്തി സ്വാതന്ത്ര്യവും എന്താ പറയുക, ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശവുമെല്ലാം നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ എല്ലാം കടക്കൽ കത്തിവെക്കുന്ന പ്രവണതയാണ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പോലീസ് സേനയിലെ എല്ലാ വിഭാഗത്തിലെന്ന പോലെ വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, കർമ്മനിരതരായിട്ട് ആളുകളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ക്രിമിനലുകൾ നമുക്കറിയാം, ഇത്രത്തോളമുള്ള ഒരു സാഗരത്തില് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വസ്തു വീണ് കഴിഞ്ഞാൽ മൊത്തം മലിനമാകുമെന്ന് പറയുന്ന പോലെ ഈ സിസ്റ്റം തന്നെ, ഈ പോലീസിംഗ് സിസ്റ്റം തന്നെ മൊത്തം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന വിക്ടിംസ് ഫലപ്രദമായി ഇതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നേരിടാൻ കഴിയും. സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തികൾ ആരാണെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന അവസരത്തിൽ അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടിയിൽ സ്വീകരിക്കുക. അവിടെ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അവരതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ന്യായമായ ബലപ്രയോഗത്തിലൂടെ ഏറ്റവും മിനിമം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അവരെ അറസ്റ്റിന് വിധേയമാക്കാം. എന്നല്ലാണ്ട് പിന്നെ റൈറ്റ് ഓഫ് പ്രൈവറ്റ്, ഇവരെ ആക്രമിക്കുകയാണെങ്കിൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് നമ്മളെ ഈ BNS പുതിയ 34 മുതൽ 44 വരെയുള്ള വകുപ്പിൽ ഏതാണ് യോഗ്യം എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാമെന്നതിന് അപ്പുറത്തേക്ക് പോലീസുകാർക്ക് യാതൊരു അധികാരവുമില്ല. ബാക്കിയൊക്കെ ചെയ്യുന്നത് പോലീസിന്റെ എക്സസസ് ആണ്, അത് അതിക്രമമാണ്, അത് കൃത്യവിലോപത്തിൽ കാണിക്കുന്ന
അക്രമമാണ്. ഈ അക്രമത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിയമ സംവിധാനമല്ല, പോലീസ് അത് ചെയ്യാൻ പാടില്ല. പോലീസ് ഇങ്ങനെയുള്ള ഏത് സംഭവമായാലും ശരി, പോലീസ് മനുഷ്യാവകാശം സംരക്ഷിച്ച് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായമായ രീതിയിലുള്ള സമാധാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, നിയമപരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പോലീസിന് അധികാരമുള്ളത്. അല്ലാണ്ട് ഇതേമാതിരി ചാടി ഇറങ്ങി തല്ലുക എന്ന് അവതരിപ്പിക്കുന്നത്. ഇപ്പം പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിനെ നമുക്കറിയാം, പോലീസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം പോലീസ് ആക്ടിൽ 24ാമത്തെ വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അത് ചീഫ് മിനിസ്റ്ററാണ്, അതായത് ഹോം മിനിസ്റ്ററാണ് അതിന്റെ അധികാരി. പിന്നെ അങ്ങനെ ഒരുപാട് DGP ഉൾപ്പെടെ എല്ലാവരും, ചീഫ് സെക്രട്ടറി, അങ്ങനെ പലരും ഉണ്ട്. പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് 3 ആളുകളൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ്. ഇത് ഓരോ വർഷവും പോലീസിന്റെ പെർഫോമൻസ്, അവരുടെ എക്സസസ്, അവരുടെ അധിക പ്രസംഗങ്ങൾ എന്താണ്, വീഴ്ചകൾ എന്താണ് തകരാറ്, പോലീസിന് ഏത് രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുക. ആ റിപ്പോർട്ട് ഗവൺമെന്റ് നിയമസഭയിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 24ാം വകുപ്പിൽ പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് ആരും ഇതുവരെ അതിനെ കേട്ട് കഴിവ് പോലുമില്ല. അതെന്തിനാന്ന് പറഞ്ഞാൽ പോലീസിൽ ഇതേമാതിരി വരുന്ന തെറ്റുകൾ ഓരോ വർഷത്തെയും ഓഡിറ്റിന് ശേഷം ഇതേമാതിരി റിപ്പോർട്ടിലൂടെ അത് പരിഹരിക്കപ്പെടുകയും പുതിയ പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ അതേപോലെ തന്നെ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ജില്ലാതലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്. അത് കുറേ ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ജഡ്ജിമാരും മറ്റ് ചില ഉദ്യോഗസ്ഥന്മാർ, ഡിസ്ട്രിക്റ്റിലെ പിന്നെ ഒരു റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജും കളക്ടറും SP മാത്രമേ ഉള്ളൂ. മറ്റേടത്ത് അങ്ങനെ അല്ലല്ലോ, വേറെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വച്ചതിന് ശേഷം ഇവര് ഈ പോലീസിന്റെ ഇതേമാതിരി ഓരോ എക്സസും അവിടെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന്റെ നടപടി എടുക്കുകയും, ഈ നടപടി എടുത്തതിന് ശേഷം ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പോലീസിന് ബാധകമാണ്, പോലീസ് അതിൽ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ, അത് സ്വീകരിച്ച് നടപടി എടുക്കണം, ഗവൺമെന്റിനും അത് ബാധകമാണെന്നുള്ള രീതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സാധനത്തെ പറ്റി നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ആ റോഡില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിയമവിരുദ്ധമായിട്ട് എതിർ ദിശയിലാണ് കൊണ്ടുവന്ന് നടു റോഡിലാണ് ഈ പത്തനംതിട്ടയിൽ വാഹനം നിർത്തിയിരിക്കുന്നത്. എന്താ, ട്രാഫിക് നിയമം പോലീസുകാർക്ക് പാലിക്കാനുള്ളതല്ലേ? നടു റോഡിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം വയലേറ്റ് ചെയ്ത് ഇത്രയധികം ഗുണ്ടായിസം കാണിച്ചതിന് ശേഷം അവരുടെ നടന്നുള്ള ഒരു പോക്ക് കണ്ടില്ലേ, നെഞ്ചും വിരിച്ച് ലാത്തിയും വീശി. ഒരു പോലീസിന്റെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പോലീസ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പോലീസാണോ എന്നുള്ളത്. അവർക്കവിടെ ചെയ്യാൻ നിയമപരമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത് അവിടെ ചെല്ലുക, ആ വ്യക്തികളെ തടഞ്ഞു നിർത്തുക, അവരുടെ ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്യുക, അവരാണ് കുറ്റം ചെയ്തതെന്ന് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അവരെ കൺഫൈൻ ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക. അതല്ലാതെ കോടതിയുടെ നിയമവ്യവസ്ഥയുടെ മീഡിയേഷൻ ഇല്ലാതെ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കാൻ ഇവരാരാണ്? നിയമപരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്, അവർക്കൊരു സംശയമുണ്ട്, ഇവരാണ് ഈ അക്രമം കാണിച്ചതെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്യുക, സംശയമുണ്ടെങ്കിൽ അവരെ കൺഫൈൻ ചെയ്യുക, അവിടുന്ന് വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടി അവരെ തടഞ്ഞു വെക്കുക. പക്ഷെ ഇതൊന്നും അല്ലല്ലോ, ഒന്നും അവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. രാവിലെ പോലീസ് വയർലെസ്സിലൂടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും കോൺസ്റ്റാബുലറിയും സിവിൽ പോലീസ് ഓഫീസേഴ്സും എല്ലാം കേൾക്കാൻ വേണ്ടി രാവിലെ വയർലെസ്സിലൂടെ വിളിച്ചു പറയണം, മനുഷ്യനാകണം എന്ന് ഒരു 3 തവണ വിളിച്ചു പറയണം. എന്നിട്ട് ഇതും കൂടെ വിളിച്ചു പറയണം, പൗരന്മാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ കാക്കിയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഒരു നായയ്ക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ വിഷം കുത്തിവെച്ച് കൊല്ലാം, പക്ഷേ പോലീസ് സംവിധാനത്തിന് പേ പിടിച്ചു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള പൗരന്മാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതുപോലെ പൊതുവേദികളിലും ചർച്ചകളിലും ഒക്കെ വന്നിരുന്ന് ഇത്തരത്തിലുള്ള പോലീസ് എക്സസിനെ പലപ്പോഴും ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവർക്ക് ശബ്ദമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പോലീസുകാരനും അറസ്റ്റിലായനെ. വെറും സാധാരണക്കാരുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവർക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒഫൻസ് ഈസ് സോ അപ്പാരന്റ്. മറ്റൊരാളാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അടിച്ചകത്തിടില്ലായിരുന്നോ? ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കേരളത്തിലെ പോലീസിന്റെ DGP ഹീസ് ആൻസറബിൾ. അണ്ടർ ഹിസ് നെയിം ദിസ് അട്രോസിറ്റി ഈസ് കമ്മിറ്റഡ്. അയാളുടെ പേരിലാണ് ഈ അട്രോസിറ്റി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസ് മന്ത്രി ഉത്തരം പറയണ്ടേ? ഒരു ചങ്ങലയും അതിൽ ഏറ്റവും ദുർബലമായ കണ്ണിയെക്കാളും ശക്തമല്ല. സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആൾക്കാർ അടികൊണ്ടതിന് ശേഷം വ്യവസ്ഥ പ്രതികരിക്കുന്നില്ലെങ്കിൽ
പിന്നെ പൊതുവേദികളിൽ എത്ര വലിയ മാനവിക പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമില്ല. പോലീസുകാരെ യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ നാളെയുടെ ഈ പറയുന്ന പോലെ നാളെയത്തെ പോലീസുകാരും എല്ലാം ഇത് കണ്ടാണല്ലോ വരുന്നത്. ഇവിടെ വന്നാൽ പിന്നെ അവരുടെ രീതികൾ മാറുന്ന ഒരു പ്രവണത ഉണ്ട്. നമ്മൾ പട്ടാളത്തിൽ ചെന്നാൽ പട്ടാളക്കാര് ഒരു രീതി എന്ന് പറയുന്നത് പോലീസിൽ വന്നാൽ പോലീസുകാർ അടിക്കണമെന്നും അശ്ലീലം പറയണമെന്നും അശ്ലീല ഭാഷയിൽ സാധാരണക്കാരുടെ പെരുമാറണമെന്നും ഒക്കെയുള്ള ഒരു അലിഖിതമായ നിയമമുണ്ട്. അതൊക്കെ മാറണം. അതിന് ശക്തമായ ഒരു ട്രെയിനിങ് സംവിധാനം നമ്മുടെ പോലീസ് ഫോഴ്സിന് കൊടുക്കണം. ആ പോലീസ് അക്കാഡമികൾ പ്രവർത്തിക്കണം. പോലീസിന് ഒരു തലവനുണ്ടെന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ അയാളെ കാണാറില്ല, അദ്ദേഹത്തെ കാണാറില്ല. മറ്റു പല DGPമാരെയും നാം കാണാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലീസ് മേധാവിയെ നാം കാണാറേ ഇല്ല. അദ്ദേഹം സംസാരിച്ച് നാം കേൾക്കാറില്ല. അങ്ങനെ ഒരു പോലീസ് തലവനുണ്ടെന്ന് നമുക്ക് കരുതാം. ഒരു പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയെ നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. അദ്ദേഹം പാസിംഗ് ഔട്ട് പരേഡുകളിലൊക്കെ പങ്കെടുത്ത് പ്രസംഗിക്കും നാം കേൾക്കാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള അതിക്രമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നാം കേൾക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമുക്ക് ഉണ്ടെന്ന് കരുതാം. പക്ഷെ പിണറായി വിജയൻ അറിയാം പോലീസ് എങ്ങനെ പെരുമാറണമെന്ന്. ഒരു പഴയ ബൈറ്റിലേക്ക് പോലീസിന്റെ അതിക്രമങ്ങളെ എപ്പോഴും ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നേരിടാറ്. എല്ലാ കാലത്തും കോൺഗ്രസ് ഗവൺമെന്റുകളും ചിന്തിച്ചിട്ടുള്ളത് പോലീസിനാണ് വലിയ കരുത്ത് എന്നാണ്. പക്ഷേ ആ കരുത്തിനെ ഞങ്ങൾ നേരിട്ടതും ഞങ്ങൾ നേരെയുള്ള അതിക്രമങ്ങളെ അതിജീവിച്ചതും ജനശക്തിയെ അണിനിർത്തിക്കൊണ്ടാണ്. അത് തന്നെയാണ് ഇതിലും ഞങ്ങൾ ചെയ്യുക. മുമ്പാണ് ജനശക്തിയെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ നന്നായി അറിയാവുന്ന ആളാണ്. പോലീസിനെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിമിഷം കേരളത്തിലും വന്നേക്കാം. അതിന് ദയവായി ഇടവരുത്തരുത്.